എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു മലയാളം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷിനോടൊപ്പം മലയാളം സീരീസ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ബേസിക് കോഴ്സ് മലയാളം സീരീസിൻ്റെ തുടക്കം കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്ത റൈസ് സെല്ലർ ആൻഡ് കാൻഡിൽ സ്റ്റിക്ക് കൺസ്ട്രക്ഷൻ എന്ന വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷൻ കൂടിയാണ് ഈ വീഡിയോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് ഒരു പുതിയ ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഈ ചാനൽ പ്രധാനമായും ഓൺലൈൻ ട്രേഡിങ്ങിനെയും അതിൻ്റെ സവിശേഷതകളെയും കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിനാൽ നമുക്കറിയേണ്ടത് ഓൺലൈൻ ട്രേഡിംഗ് എന്നത് എന്താണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയാണ്. സാധാരണയായി പറയുകയാണെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് എന്നത് എന്തെങ്കിലും ഒരു മൂല്യമുള്ള സാധനങ്ങളോ മറ്റോ വാങ്ങുകയും വിറ്റഴിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോക്കുകളാവാം, പല രാജ്യത്തിൻ്റെയും കറൻസികളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളാവാം. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ പൂർവികന്മാർ കമ്പ്യൂട്ടറുകളോ ഇൻ്റർനെറ്റോ ഇല്ലാതിരുന്ന ആ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം എങ്ങനെയാണ് നടത്തിയിരുന്നതെന്ന്? നമുക്കെല്ലാം ഓൺലൈൻ ട്രേഡിംഗ് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഗ്രീൻ കളറിലും റെഡ് കളറിലുമുള്ള കുറേ കാൻഡിൽ സ്റ്റിക്കുകളാണ്. ഈ കാൻഡിൽ സ്റ്റിക്ക് എവിടെ നിന്നുണ്ടായി, അതുപോലെ തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് വളരെ ലളിതമായി നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു അരി വ്യാപാരിയെ പരിചയപ്പെടാം. 18-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെ സക്കാത്തയിൽ ജനിച്ചു വളർന്ന മുനേഹിസ ഹോമ എന്ന ഒരു അരി വ്യാപാരി ഉണ്ടായിരുന്നു. നമുക്ക് അയാളെ ഫാദർ ഓഫ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് കൂടി വിശേഷിപ്പിക്കാം. അത് കാരണം അയാളിലൂടെയാണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന പദം ലോകം അറിഞ്ഞതും കണ്ടതും. തൻ്റെ കുടുംബത്തിൻ്റെ അരി വ്യാപാരം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യാപാരിക്ക് മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് സ്വഭാവങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കാനായി. വ്യാപാരത്തിൽ അവൻ്റെ ബുദ്ധിയും കഴിവുകളും കൂടാതെ വിലയുടെ പലവിധ മാറ്റങ്ങൾ എഴുതി വെക്കുകയും അത് അയാൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് വ്യാപാരി വിലയുടെ മാറുന്ന സ്വഭാവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ ഒരു സൂചനാ പദ്ധതി അഥവാ ഒരു വില വിവര പട്ടിക സ്വയം വികസിപ്പിച്ചെടുക്കുകയും തയ്യാറാക്കുകയും ചെയ്തു. ഇതിലൂടെ ഇന്ന് നാം കാണുന്ന കാൻഡിൽ സ്റ്റിക്ക് എന്ന രചനാമാർഗം ഹോമ എന്ന വ്യാപാരിയുടെ കണ്ടുപിടുത്തമായി. ഇത് ചരിത്രപരമായും അത്ഭുതകരമായും മാറ്റം കൊണ്ടുവരികയായിരുന്നു. മുൻകാലത്ത് അരി വെറും ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമല്ലായിരുന്നു. ഇത് ഒരു വാണിജ്യ വസ്തുവും ചിലപ്പോൾ കറൻസിയും കൂടി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിൽ മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകൾ അരി കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ജപ്പാനീസ്
അരിവ്യാപാരി മുനേഹിസ ഹോമ എഴുതിയ ഒരു പുസ്തകമാണ് ദി ഫൗണ്ടൻ ഓഫ് ഗോൾഡ്. ജപ്പാനീസ് ധനസമ്പത്ത് ചരിത്രത്തിന് മഹത്വം കൊണ്ടുവന്ന ഈ പുസ്തകം ഹോമയുടെ ട്രേഡിംഗ് തത്വങ്ങളും കണ്ടുപിടുത്തങ്ങളും അടങ്ങിയതാണ്. ഇത് ജപ്പാനീസ് ട്രേഡർമാർക്ക് മാത്രമല്ല, പക്ഷേ ലോകത്ത് തന്നെ പിന്നീട് ഉണ്ടായ എല്ലാ ട്രേഡർമാർക്കും വ്യാപാരികൾക്കും വിലമതിക്കാനാവാത്ത ഒരു പുസ്തകമായി മാറിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് ചില പ്രധാന ഭാഗങ്ങൾ നമുക്ക് എടുത്തു പറയാം. ഒന്നാമതായി മാർക്കറ്റിൻ്റെ മനോഭാവവും മനഃശാസ്ത്രവും സ്വഭാവ ഗുണങ്ങളും. രണ്ടാമതായി പറഞ്ഞാൽ ഇതിൽ പ്രധാനമായ ഒരു ഉള്ളടക്കമായിരുന്നു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ. മൂന്ന്, ഇതിൽ ട്രേഡ് ചെയ്യാനും കൃത്യമായ തന്ത്രവും കൃത്യമായ മാർഗങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. നാലാമതായി പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ വില മാറി മറിയുന്നത് പറയാനാണെങ്കിൽ പ്രധാനമായി കാലാവസ്ഥ, വിളവെടുപ്പ്, സംഭരണം, ഗതാഗത സാഹചര്യം എന്ന വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിലകളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി ആവശ്യവും ലഭ്യതയും അതിൻ്റെ വിതരണവും തമ്മിലുള്ള വ്യത്യാസം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൻഡിൽ സ്റ്റിക്കിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കാൻഡിൽ സ്റ്റിക്ക് എന്നാൽ എന്താണ് എന്ന് ലളിതമായ ഭാഷയിൽ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടതുവശത്ത് ശ്രദ്ധിച്ചാൽ താഴെ നിന്നും 90 മുതൽ 130 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലതുവശത്ത് നിങ്ങൾക്ക് താഴെ നിന്ന് നോക്കിയാൽ ലോ, ഓപ്പൺ, ക്ലോസ്, ഹൈ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധിച്ചാൽ കാൻഡിൽ സ്റ്റിക്കിന്റെ ബോഡി പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തിനാണ് ബോഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. ആ ഒരു ബോഡി വെറും 100 മുതൽ 120 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കാൻഡിൽ സ്റ്റിക്കിന്റെ നീളം മുന്നേ പറഞ്ഞ പോലെ താഴെ നിന്ന് 90 മുതൽ 130 വരെയാണ്. ഇതൊരു തുടക്കക്കാരന്റെ കാഴ്ചപ്പാടിൽ എളുപ്പമായി മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണത്തോടൊപ്പം വിശദീകരിക്കാം. നമുക്ക് ജപ്പാനീസ് അരി വ്യാപാരിയെ തന്നെ ഇതിലേക്ക് പരിഗണിക്കാം. ജപ്പാനീസ് വ്യാപാരി ഹോമ തൻ്റെ കട 100 കിലോ അരി സ്റ്റോക്കിൽ വെച്ചുകൊണ്ടാണ് കാലത്ത് തുറക്കുന്നത് എന്ന് കരുതുക. ഇതിനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. 100 കിലോ അരി ആയിരുന്നു അയാളുടെ മുന്നത്തെ ദിവസത്തെ കട അടക്കുമ്പോഴുള്ള ബാലൻസ് സ്റ്റോക്ക്. ദിവസാവസാനത്തിൽ വിറ്റതും ആവശ്യമെങ്കിൽ വീണ്ടും വാങ്ങിച്ചതും ചേർത്ത് ഹോമ തൻ്റെ കട 120 കിലോ അരി സ്റ്റോക്കിൽ ഉള്ള നിലയിലാണ് അടക്കുന്നത്. ഇതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഇത്തരം ആശയങ്ങൾ ട്രേഡിംഗിലും സാമ്പത്തിക വിപണികളിലും അനുയോജ്യമാണ്.
പ്രത്യേകിച്ച് ഒരു ദിവസം തുടങ്ങുമ്പോഴുള്ള മുതലും ദിവസം അവസാനിക്കുമ്പോഴുള്ള മുതലും, ഈ രണ്ട് പരാമർശങ്ങളും ഒരു ബിസിനസിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രവാഹം ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ, ഇവിടെ അതൊരു ദിവസത്തിൽ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. കാൻഡിൽ സ്റ്റിക്കിലേക്ക് തിരിച്ചു വരാം. നമുക്ക് കാണാം, കട തുറന്നതിലും 20 കിലോ അരി കൂടുതലായി കട അടക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. കട തുറക്കുമ്പോൾ 100 കിലോ അരിയായിരുന്നു, പക്ഷേ കട അടക്കുമ്പോൾ അത് 120 കിലോ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇത് കടയുടെ ഓപ്പണിംഗ് മുതൽ ക്ലോസിംഗ് വരെ ഉണ്ടായ വർധനയെയാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറത്തിലുള്ള ആ ഒരു കാൻഡിലിന്റെ ശരീരം നമുക്ക് ആ സ്റ്റോക്കിന്റെ വർധനവെ സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിലിന്റെ ശരീരം ഓപ്പണിംഗ് സ്റ്റോക്കിന് ക്ലോസിംഗ് സ്റ്റോക്കിനും അല്ലെങ്കിൽ ഓപ്പണിംഗ് വിലക്കും ക്ലോസിംഗ് വിലക്കും ഉള്ള വ്യത്യാസമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതുപോലെ സ്റ്റോക്കിൽ വർധനയാണ് ഉണ്ടായതെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് പച്ച നിറത്തിലാണ് ഉണ്ടാവുക. മറുവശത്ത് സ്റ്റോക്ക് കുറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഉദാഹരണത്തിൽ സ്റ്റോക്ക് കൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് അത് പച്ച നിറത്തിലാണ് കാണിച്ചത്. സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ അത് ചുവപ്പ് നിറത്തിലുള്ള കാൻഡിലായി കാണിക്കും. ബോഡി കളർ ചുവപ്പ് നിറമായിരിക്കും, റെഡ് കളറിലായിരിക്കും. ഈ ഒരു നിറവ്യത്യാസം വിലകളുടെ ചലനങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായകരമാണ്. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ, രാവിലെ കട തുറന്നതിന് ശേഷം കടക്കാരൻ ഉച്ചയ്ക്ക് മുന്നേ 10 കിലോ അരി വിറ്റു. ഇതോടെ കടയിലുള്ള സ്റ്റോക്ക് 100 കിലോ ഉണ്ടായിരുന്നത് 90 കിലോയിലേക്ക് കുറഞ്ഞു വന്നു. ഇത് കാൻഡിലിന്റെ താഴത്ത് വിക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നു. താഴെ ബോഡി ഇല്ലാതെ ഒരു വരയുടെ രൂപത്തിൽ കാണാമല്ലോ. അതിനെ വിളിക്കുന്നത് ആണ് വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്നും പറയാറുണ്ട്. അതിന് പിന്നാലെ ഉച്ചയോടടുത്ത് 90 കിലോയിലേക്ക് സ്റ്റോക്ക് താഴ്ന്നത് കാരണം ഹോമ 40 കിലോ അധികം അരി ഓർഡർ ചെയ്തു വരുത്തി. ഇതോടെ സ്റ്റോക്ക് 90 കിലോയിൽ നിന്നും 130 കിലോയിലേക്ക് ഉയർന്നു വന്നു. ഇത് കാൻഡിലിന്റെ മുകളിൽ അടയാളപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാം. അതാണ് ആ ദിവസത്തെ ഹൈയസ്റ്റ് ഡേ സ്റ്റോക്ക് എന്ന് എഴുതിയിട്ടുള്ളത്. പക്ഷേ അവിടെ താഴെ കാണുന്നത് പോലെ ഒരു വിക്കാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ശരിക്കും അവിടെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി വരേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് അവിടെ ഒരു വിക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം വ്യാപാരി 10 കിലോ അരി കൂടി വിറ്റഴിച്ചു. അതിനാൽ സ്റ്റോക്ക് വീണ്ടും 130 കിലോയിൽ നിന്ന് 120 കിലോയിലേക്ക് കുറഞ്ഞു വന്നു. ഇതാണ് ക്ലോസിംഗ് സമയത്ത് അരിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ നില പറയാനുള്ളത്. നമുക്കറിയാം, വ്യാപാരിയുടെ ഷോപ്പിൽ ഒരു ദിവസം എന്ത് നടന്നു എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാൻഡിൽ ഒരു ഡെയിലി അഥവാ ഒരു ദിവസത്തെ കാൻഡിൽ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അത് പറയുമ്പോൾ തീർച്ചയായും കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് പല ടൈം ഫ്രെയിമിലും ലഭ്യമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ 4 മണിക്കൂറിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്, 1 മണിക്കൂറിൻ്റെ ഉണ്ട്, 2 മണിക്കൂറിൻ്റെ ഉണ്ട്, ഒരാഴ്ചയുടെ കാൻഡിൽ സ്റ്റിക്ക് കിട്ടും, ഒരു മാസത്തെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ അതാത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സെലക്ഷൻ പോലെ ആണ് തിരിച്ചറിയുക.
അല്ലെങ്കിൽ അത് കാണാൻ പറ്റുക. ചുരുക്കി പറഞ്ഞാൽ ഓരോ കാൻഡിൽ സ്റ്റിക്കിലും 4 പ്രധാന വിവരങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഹൈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റോക്ക്, ലോവർ സ്റ്റോക്ക്. ഒന്നുകൂടി പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ വില അല്ലെങ്കിൽ സ്റ്റോക്ക് എവിടെ നിന്നാണ് ആരംഭിച്ചത്. ഈ ഒരു കേസിൽ ഈ വ്യാപാരി കട തുറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക്, അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെ ഉയർന്ന വില അല്ലെങ്കിൽ ഉയർന്ന സ്റ്റോക്ക്, ഹയസ്റ്റ് സ്റ്റോക്ക്. ആ ഒരു ദിവസം ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് സ്റ്റോക്ക് എത്തിയത് എത്ര വരെയാണ്. നമ്മുടെ ഉദാഹരണത്തിൽ അത് 130 വരെ ഹൈയിലേക്ക് പോയി. ഇനി വരുന്നത് താഴ്ന്ന വില അല്ലെങ്കിൽ ലോവർ സ്റ്റോക്ക്. ആ ഒരു ദിവസം ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയത് എത്ര വരെയാണ്. നമ്മുടെ ഉദാഹരണത്തിൽ അത് 90 വരെ താഴേക്ക് പോയി. ഗൈസ്, ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ കാൻഡിലിന്റെ സ്വഭാവം, അതിൻ്റെ ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് വേറെ ഒരു വിഷയവുമായി മലയാളം സീരീസിൽ വീണ്ടും കാണാം. താങ്ക് യു.